ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ആണ്. എലുസിഡേറ്റ് ദി റീഡിംഗ് ടെക്നിക്സ് ദാറ്റ് ഹെൽപ്പ് അസ് റീഡ് ബെറ്റർ. അതായത് നമ്മുടെ റീഡിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കും, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക, ഓരോ ഹെഡ്ലൈനിലാക്കി എഴുതുക, അതിൻ്റെ താഴെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് നമ്മുടെ കയ്യിലാവും. നോക്കാം എന്തൊക്കെ പോയിന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, ആസ്ക് critical questions. Asking questions will help you know the text in detail. This will give you an idea about the topic of the text, the purpose of it, the audience of it, etc. അതായത് ഈ ഒരു ടോപ്പിക്ക് ആരിലേക്കാണോ, ഏത് ടൈപ്പ് ഓഡിയൻസിലേക്കാണോ എത്തിക്കാൻ നോക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ആസ്കിങ് ക്വസ്റ്റ്യൻസ് മേക്ക് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ദി ടെക്സ്റ്റ് ബെറ്റർ. ദെൻ രണ്ടാമത്തത് എന്താണ്, ഐഡൻറ്റിഫൈ റെഫറൻസ് വേർഡ്സ് ഓർ ഫ്രേസസ്. In a text, when talking about an idea, reference words are used in order to avoid repeating the same word over and over. ഇതിൻ്റെ ശരിക്കും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ എന്താണ്, ദീസ്, സച്ച്. അതായത് ഒരു വാക്ക് തന്നെ ആ വാക്ക് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം എന്ത് ഉപയോഗിക്കുക, ദീസ്, സച്ച് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിപ്പീറ്റേഷനിൽ വരുന്ന ആ ഒരു ഇറിറ്റേഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും എന്നാണ് പറയണത്. ഓക്കെ, അതാണ് റെഫറൻസ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദി വേർഡ്സ് ദീസ് ആൻഡ് സച്ച് ആർ യൂസ്ഡ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. ഒരു വാക്ക് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് പകരം ആ വാക്ക് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ഉപയോഗിക്കാം, ദീസ്, സച്ച് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ആ റിപ്പീറ്റേഷനിൽ വരുന്ന ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. Then third one, identify main and supporting ideas. Being able to separate main ideas and supporting ideas is a key reading skill. അതായത് ഇപ്പോൾ നമ്മളൊരു പാരാഗ്രാഫ് വായിക്കുകയാണെങ്കിലും ആ പാരാഗ്രാഫിൽ തന്നെ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യണം, മെയിൻ ഐഡിയാസ് പറയുന്നതായിരിക്കില്ല. ഏതൊക്കെയാണ് മെയിൻ ഐഡിയാസ് പറയുന്ന പോയിന്റ്സ് എന്ന് കണ്ടെത്താനും അതേപോലെ തന്നെ ആ മെയിൻ ഐഡിയ, ആ മെയിൻ സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന സെൻറ്റൻസിനെ തിരിച്ചറിയാനും ഇത് രണ്ടും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കാൻ പറ്റണം എന്നാണ് പറയണത് നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ. Every paragraph will have parts that are more important than others. They are the main ideas. They are supported by other points and ideas. Then fourth one, identify text structure. A text will be divided into many paragraphs. അതായത് ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഒരു പേജിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുന്നതിന് പകരം കുറേ പാരഗ്രാഫ്സ് ആയിട്ട് കൊടുക്കാം. First paragraph will be the introduction and last paragraph will be the conclusion. അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് പാരാഗ്രാഫ് എപ്പോഴും ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, ലാസ്റ്റ് പാരാഗ്രാഫ് കൺക്ലൂഷൻ ആയിരിക്കും. എ ന്യൂ പാരാഗ്രാഫ് മേ സ്റ്റാർട്ട് എ ന്യൂ ഐഡിയ ഓർ സംടൈംസ് ക്യാരി ഓവർ ആൻഡ് ഐഡിയ ഫ്രം ദി പ്രീവിയസ് പാരാഗ്രാഫ്. അതായത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഓരോ പാരാഗ്രാഫും ഓരോ പുതിയ ഐഡിയാസ് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അല്ലെങ്കിൽ എങ്ങനെയും പറ്റും, ഒരു പാരാഗ്രാഫിൻ്റെ ഐഡിയ, അതായത് ആ പാരാഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ഐഡിയനെ കണ്ടിന്യൂ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അടുത്ത പാരാഗ്രാഫ് വരാം. അങ്ങനെയും സാധ്യതയുണ്ട്. ദെൻ ബ്രേക്കിംഗ് ദി ടെക്സ്റ്റ് ഇൻ ടു പാരഗ്രാഫ്സ് ഹെൽപ്സ് ദി റീഡർ സോർട്ട് ഔട്ട് ദി ടെക്സ്റ്റ് ആൻഡ് ദസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. അല്ലേ, നമുക്കാണെങ്കിലും അങ്ങനെയാണ്. ഒരു പേജ് ഫുള്ളിങ്ങനെ വായിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മടിയാണ്. അതേസമയം ഓരോ പാരാഗ്രാഫ്സ് ആയിട്ട് പോയിന്റ്സ് ആക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഫിഫ്ത്ത് വൺ, വൊക്കാബുലറി. വൊക്കാബുലറിയിൽ മെയിനായിട്ടും എഴുതേണ്ടത് ലിങ്കിങ് വേർഡ്സ് ആണ്. ലിങ്കിങ് വേർഡ്സ് ആർ യൂസ്ഡ് ടു കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ഇൻ റൈറ്റിംഗ്. അതായത് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വേർഡ്, ആ വേർഡിൻ്റെ മീനിങ്, ആ വേർഡ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം അറിയാം എന്നുള്ളതാണ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൊക്കാബുലറിയിൽ മെയിനായിട്ടും വരുന്നത് ഏതാണ്, ലിങ്കിങ് വേർഡ്സ് ആണ്. വാട്ട് ഈസ് ലിങ്കിങ് വേർഡ്സ് എന്ന് ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. എന്താണ്, ലിങ്കിങ് വേർഡ്സ് ആർ യൂസ്ഡ് ടു കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ഇൻ റൈറ്റിംഗ്. ലിങ്കിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, യോജിപ്പിക്കുന്നത്, എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണല്ലോ അർത്ഥം. അപ്പോൾ കണക്ഷൻ നൽകുക, അതായത് ഏതെങ്കിലും രണ്ട് വാക്കുകൾ തമ്മിൽ ഒരു കണക്ഷൻ വരുത്തുക, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലിങ്കിങ് വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിങ്കിങ് വേർഡ്സിൻ്റെ എക്സാമ്പിൾസ് ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഇനിയിപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. റീസൺ പറയുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ഒരു റീസൺ അതുകൊണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതാ കൂടുതലായിട്ടും യൂസ് ചെയ്യണത്, ബിക്കോസിന് പകരം വേറെയും 2 വാക്കുണ്ട്. ഏതൊക്കെയാണ്, സിൻസ്
ഓൺ അക്കൗണ്ട് ഓഫ്. ഇത് രണ്ടും പഠിച്ചു വെക്കുക. ബിക്കോസ് നമുക്ക് അറിയുന്ന കാര്യമാണ്, അതെന്തായാലും എഴുതുക. വേറെയും 2 വാക്ക് എഴുതാനായിട്ട് ശ്രമിക്കുക. ഏതാണ്? സിൻസ്, ഓൺ അക്കൗണ്ട് ഓഫ്. അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു റീസൺ ആണ്. ആ റീസണെ ഡിനോട്ട് ചെയ്യുന്ന വാക്ക് ഏതാണ്? ലിങ്കിങ് വേർഡ്സ് ഏതാണ്? ബിക്കോസ്, സിൻസ്, ഓൺ അക്കൗണ്ട് ഓഫ്. ഇനി കോൺട്രാസ്റ്റ്, അതായത് അതിന് പകരം, അതേസമയം, പക്ഷേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ലേ, അത് ഏതൊക്കെയാണ്? വെരാസ്, ബട്ട്, ഹൗഎവർ. കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക? വെരാസ്, ബട്ട്, ഹൗഎവർ. ഇനി കൺക്ലൂഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചുരുക്കി കൊണ്ടുവരികയാണെങ്കിൽ, ലാസ്റ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ എന്തൊക്കെ ലിങ്കിങ് വേർഡ്സ് ഉപയോഗിക്കാം? കോൺസിക്വൻ്റ്ലി, ആസ് എ റിസൾട്ട്, ടു സമ്മറൈസ്, ഇൻ ഷോർട്ട്, ദെർഫോർ. അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ വാക്കുകളൊക്കെ എന്തുണ്ടാവും? നല്ല പരിചയം ഉണ്ടാവും അല്ലേ? ദെൻ റീഫ്രേസിങ്. റീഫ്രേസിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ പറയില്ലേ, ഇൻ അതർ വേർഡ്സ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞ്, ദാറ്റ് ഈസ് എന്നുള്ളതിന് പകരം നമ്മൾ IE, അത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ദെൻ ഇനി എക്സാമ്പിൾ. എക്സാമ്പിൾ പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ലിങ്കിങ് വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ടു ഇല്ലസ്ട്രേറ്റ്. ഈ 3 വാക്കും പഠിച്ചു വയ്ക്കുക. എക്സാമ്പിളിന് നമുക്ക് എന്തൊക്കെ ലിങ്കിങ് വേർഡ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, ഫോർ ഇൻസ്റ്റൻസ്, ടു ഇല്ലസ്ട്രേറ്റ്. ദെൻ അഡീഷൻ, അത് കൂടാതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം കൂടി പറയുകയാണ് ലാസ്റ്റ്. അതിന് എന്ത് ഉപയോഗിക്കാം? ഇൻ അഡീഷൻ, ഫർദർ മോർ. ഈ ലിങ്കിങ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. 6th വൺ, സൈൻ പോസ്റ്റ്. Signpost help you find the important parts of a text. They also tell you something are not so important. അതായത് ഒരു ടെക്സ്റ്റിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള വേർഡ്സ് ആണ് സൈൻ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർഡ്സ് ആൻഡ് ഫ്രേസസ് ലൈക്ക് above all, the main point to be not, the important points is, etc. tell you what is important. അതായത് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കി തരാം. ഏതൊക്കെയാണ് വാക്കുകൾ? above all, the main point to note, the important points is എന്ന് പറഞ്ഞുള്ള വാക്കുകൾ. then some sign points like there are 3 major facts to be noted. അതായത് 3 major facts to be noted കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ്. that is the use of signposts. Tell you how many main points are there in the text. Some show a change of topic like let us now consider, next, lastly, etc. അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുന്ന സമയത്ത് എന്തൊക്കെ യൂസ് ചെയ്യാം? let us now consider, next, lastly. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണ്. ദാറ്റ് ഈസ് ദി യൂസ് ഓഫ് സൈൻ പോസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എസ്സേ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിൻറ്റ്സ് എന്തായാലും എഴുതുക. കൂടെ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.